നമ്മുടെ നാട്ടിൽ പെൺകുട്ടികൾ ഉണ്ടായാൽ മാതാപിതാക്കന്മാർക്ക് ആദിയാത എന്ന് പറയുന്നത് വളരെ സത്യമായ ഒരു കാര്യമാണ്. ഒരു പെൺകുട്ടി ജനിച്ചു കഴിയുമ്പോൾ തന്നെ മാതാപിതാക്കന്മാരുടെ മനസ്സിൽ ഇവൾ വിവാഹം കഴിച്ച് അന്യഭവനത്തിൽ പോകേണ്ടവളാണ്. അതുപോലൊരു തെറ്റിദ്ധാരണകൾ അവരുടെ ഉള്ളിലുള്ളത് കൊണ്ട് അവർ ഒരു 20-21 വയസ്സാവുമ്പോൾ തന്നെ പെൺകുട്ടികളെ വിവാഹം കഴിക്കുകയാണ് പതിവ്. പിന്നെ ഇപ്പോൾ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. എങ്കിലും ഇപ്പോൾ നല്ല വിദ്യാഭ്യാസം ചെയ്യിക്കുന്നുണ്ട്, നല്ല ജോലിയൊക്കെ കിട്ടി സ്വന്തം കാലിൽ നിന്നതിന് ശേഷം വിവാഹം കഴിക്കാൻ പറയുന്ന മാതാപിതാക്കന്മാരുടെ എണ്ണം കൂടി വരുന്നുമുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ പല പെൺകുട്ടികൾക്കും ഇന്ന് ഒരുപാട് പ്രശ്നങ്ങൾ അവർ അകപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ എന്തുമാത്രം ടെക്നോളജി ഉണ്ട് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. പെൺകുട്ടികൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷം മാത്രമാണ് അവരുടെ സ്വന്തം മാതാപിതാക്കന്മാരും ബന്ധുക്കൾ പോലും പല കാര്യങ്ങളും പുറത്തു പറയുന്നത്. അതുപോലെ തന്നെ കല്യാണം കഴിച്ച് വിട്ടതിന് ശേഷം എന്തെങ്കിലും ഒരു പ്രശ്നം അവരുടെ ഭർത്താവുമായിട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ സമൂഹത്തിനെ പേടിച്ചിട്ട് ഒന്നും മിണ്ടരുതെന്ന് വരെ പറയും. ചെറുക്കൻ്റെ പേരിൽ ഒരു കേസ് കൊടുക്കാൻ പോലും പെൺകുട്ടികളുടെ വീട്ടുകാർക്ക് പേടിയാണ്. നാളെ നാണക്കേടാണ്, സമൂഹം പറഞ്ഞാൽ എന്ത് വിചാരിക്കും, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ നമ്മുടെ ഇവിടെയുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എടുത്തു പറയാനുള്ളത്, ഇപ്പം ഒരു ഭർത്താവ് എന്ന് പറഞ്ഞ വ്യക്തി ഒരു സൈക്കോ ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേറെ എന്തെങ്കിലും നാർസിസിസ്റ്റ് സ്വഭാവം ഉണ്ട് എന്ന് ചിന്തിക്കുക. അപ്പോൾ ആ സമയത്തെ അവരിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇവര് വളരെ വയലൻ്റ് ആയിട്ട് മദ്യപിക്കുന്ന വ്യക്തിയും കൂടെ ആണെങ്കിൽ പറയണ്ട, അവരല്ലാതായി തീരുകയും ഭയങ്കരമായിട്ട് ഭാര്യയെ ഉപദ്രവിക്കുകയും വായി തോന്നുന്നതെല്ലാം പറയുകയും കണ്ടമാനം നമ്മളെ വല്ലാതെ ഉപദ്രവിക്കും. അപ്പോൾ ആ സമയത്ത് ആ പെണ്ണിന് അവിടെ വിട്ടു പോകണം എന്ന് തന്നെ തോന്നി ആ പെണ്ണ് മാക്സിമം ട്രൈ ചെയ്യും, എനിക്ക് ഇവിടുന്ന് പോയാൽ മതി എന്ന് അവൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഇവൻ എന്തല്ലോ, ഈ ഭർത്താവ് എന്ന് പറഞ്ഞ ഈ വ്യക്തി ഒരു നോർമൽ സ്റ്റേജിലേക്ക് കുറച്ച് സമയം കഴിയുമ്പോൾ മാറിക്കഴിയുമ്പോൾ അതിൻ്റെ ചക്കരയല്ലേ, തേനല്ലേ, പഞ്ചാരയല്ലേ എന്നും പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയും ചിലപ്പോൾ എടുത്ത് പൊക്കുകയും അതുപോലെ തന്നെ അവർ പരസ്പരം വളരെ സ്നേഹത്തിലേക്ക് അടുപ്പിച്ചു കൊണ്ടുവരും. മനസ്സിലായോ? അപ്പോൾ ആ പെൺകുട്ടി എന്ത് ചെയ്യുന്നു, അവളോട് സോറി എല്ലാം പറഞ്ഞിട്ട് ഇനി ഒരിക്കലും ഇങ്ങനെ ഉണ്ടാകത്തില്ല, എൻ്റെ കയ്യിൽ നിന്ന് വന്നുപോയ തെറ്റാണ്, ഇനി ജീവിതത്തിൽ ഒരിക്കലും ഞാനിങ്ങനെ ചെയ്യത്തില്ല, നമ്മുടെ കൊച്ചിനെ ഓർക്കണം, മറ്റേത് ഓർക്കണം, ഇതെല്ലാം ഇവർ പറയും. അതെല്ലാം കേൾക്കുമ്പോൾ ആ പെൺകുട്ടി ആ ഒരു നിമിഷം കൊണ്ട് വീണ്ടും ലയിച്ചു ചേരുകയും അവൻ്റെ കൂടെ തന്നെ താമസിക്കാമെന്ന് അവൾ തീരുമാനിക്കുകയും ഇവനെ വിട്ടിട്ട് പോകണ്ട എന്ന് തീരുമാനിച്ചുറപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ആ പെൺകുട്ടി ആ സമയം കൊണ്ടാണ് ഇതെല്ലാം ഡിസിഷൻ എടുക്കുന്നത്, നമ്മൾ ആലോചിച്ചോണം. പിന്നെ ഇതിനകത്തൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മാതാപിതാക്കന്മാർ വിളിച്ചുകൊണ്ട് വരുന്നില്ല എന്നുള്ള ക്വസ്റ്റ്യൻ വരും. മാതാപിതാക്കന്മാർ എങ്ങനെ വിളിക്കും? ഒരു പ്രായപൂർത്തിയായ പെണ്ണും ചെറുക്കനും വിവാഹം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും അവർ തമ്മിൽ അവരുടെ പ്രശ്നങ്ങൾ കോംപ്രമൈസ് ചെയ്യട്ടെ എന്നാണല്ലോ നിയമം പോലും പറയുന്നത്. അതിനകത്ത് പേരൻസ് ഇടപെടണ്ടെന്നും പറയുന്നുണ്ട്. തൻ്റെ മകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അത് വീട്ടിൽ വിളിച്ചുകൊണ്ട് വരാനുള്ള റൈറ്റ് പോലും മാതാപിതാക്കന്മാർക്കുണ്ടോ? അവിടെ അവർ ഭാര്യയും ഭർത്താവിനും പ്രശ്നമില്ല, അവർ പിണങ്ങിയാലും വീണ്ടും ഇണങ്ങുന്നു, അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണെന്ന് ചോദ്യം ഉയരും. അപ്പോൾ ഈ പേരൻസ് വിചാരിക്കും, ആ സാരമില്ല, പോട്ടെ, ഇങ്ങനെ അങ്ങ് പോട്ടെ, അവരൊരുമിച്ച് ജീവിക്കാൻ നല്ലതാണെങ്കിൽ പോകട്ടെ എന്ന് കരുതി ഇതിങ്ങനെ വർഷങ്ങൾ നീളുകയാണ്. ഇതൊന്നും ഒരിക്കലും മാറാൻ പോകുന്നില്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, നമ്മൾ പെൺകുട്ടികളെ വളരെയധികം ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് വീടൊക്കെ വിറ്റ് വല്ലോനും സ്ത്രീധനം കൊടുക്കാതിരിക്കുക. അങ്ങനെ നമ്മൾ പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ചയച്ചിട്ട് നമുക്ക് എന്താ നേട്ടം? അതിലും നല്ല നമ്മുടെ പെൺകുട്ടികളെ നമ്മൾ പഠിപ്പിച്ച ഒറ്റ കാലിൽ സ്വന്തം കാലിൽ നിർത്തി അവർക്ക് തന്നെത്താനെ എന്തെങ്കിലും ആ കൊടുക്കുന്ന സ്ത്രീധന പൈസ കൊണ്ട് അവർക്കൊരു വീട് വെച്ച് കൊടുക്കുക. നാളെ അവൾ കല്യാണം കഴിക്കാൻ തോന്നുന്ന സമയത്ത് കല്യാണം കഴിക്കട്ടെന്നേ. അവൾ തന്നെ ഒരു പങ്കാളിയെ കണ്ടെത്തി അവരെക്കുറിച്ച് പഠിച്ച ഒരു വർഷത്തോളം അവരുമായിട്ട് നല്ല രീതിയിൽ മുൻപോട്ട് പോയി എല്ലാം അറിഞ്ഞതിന് ശേഷം ആ വ്യക്തിയുടെ സ്വഭാവം കുറേയൊക്കെ അറിയാൻ നമുക്കൊരു സമയം കൊടുക്കുക, അതിനുശേഷം വിവാഹം കഴിപ്പിക്കുക എന്നുള്ളത് എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ നമുക്ക് പലർക്കും ഇനി ഇതുപോലത്തെ അബദ്ധം ഉണ്ടാകും. പിന്നെ നമ്മുടെ മാതാപിതാക്കന്മാർ അറിഞ്ഞിട്ട് കരഞ്ഞിട്ടോ നിലവിളിച്ചിട്ടോ മീഡിയയുടെ മുന്നിൽ വന്ന് കുറെ പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. എല്ലാവർക്കും കുറെ റീച്ചും കിട്ടും, കുറെ വ്യൂവേഴ്സിനും കിട്ടും, അവർക്ക് പൈസയും കിട്ടും. പിന്നെ അതുപോലെ തന്നെ വിവാഹം കഴിപ്പിച്ച് വിട്ടതിന് ശേഷം അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പെൺകുട്ടികളായാലും രണ്ടും കൽപ്പിച്ച് വിവാഹമോചിതരാകാൻ ശ്രമിക്കുക. ഇനി ഇത് പിള്ളേരെ ഓർത്ത് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. കാരണം ഇങ്ങനെ മുന്നോട്ട് പോയാൽ അത് കുട്ടികൾക്ക് പോലും അത് ഭീഷണിയായിട്ട് വരും. അവരുടെ സ്വഭാവത്തെയും അവരുടെ ജീവിതത്തെ അത് അഫക്റ്റ് ചെയ്യും. അവർക്ക് പലവിധ പ്രശ്നങ്ങൾ ഉണ്ടാവും, മാനസിക പ്രശ്നങ്ങൾ കുട്ടികൾക്കാരും ഉണ്ടാവും. അതുകൊണ്ട് ഇതുപോലത്തെ സൈക്കോയെ, നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റി ഇങ്ങനെയുള്ള കയ്യിൽ നിന്നും എത്രയും പെട്ടെന്ന് പെൺകുട്ടികൾ രക്ഷപ്പെട്ടു പോയി നിങ്ങൾക്ക് വേറെ വിവാഹം കഴിക്കാം, നിങ്ങൾക്ക് സ്വന്തം കാലിൽ ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റും, നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾക്ക് സംരക്ഷിക്കാൻ പറ്റും. നമ്മുടെ നാട്ടിൽ ഈ വിവാഹമോചനം എന്ന് പറയുന്ന ഒരു നാണക്കേടല്ല,
അത് നല്ലൊരു കാര്യമാണ് എന്ന് ചിന്തിച്ചാൽ പലരും രക്ഷപ്പെട്ടു പോകുമായിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അത് നിങ്ങൾ വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇതിനെ ഒന്നും വലിയ ഇഷ്യൂ ആക്കി നമ്മൾ എടുക്കണ്ട. വീട്ടുകാർക്ക് ആദ്യം പെണ്ണ് തിരിച്ചു വരുന്ന ഓർക്കുമ്പോൾ മാതാപിതാക്കന്മാർക്ക് ആദ്യം വല്ലവരോടും പറയാൻ നാണക്കേട്, അതിൻ്റെ ഒന്നും ഒരാവശ്യം ഇവിടെ ഇല്ല. ഇതൊക്കെ സർവ്വസാധാരണമാണ് ജീവിതത്തിൽ സംഭവിക്കുന്നത് നമ്മൾ വിചാരിക്കുക. നമ്മൾ വിദേശ രാജ്യത്ത് നോക്കിക്കേ, എത്ര വട്ടം അവിടെ കല്യാണം കഴിക്കുന്നുണ്ട്, അവർക്ക് വല്ല പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ.